നമസ്കാരം. ഐബേർഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ എത്ര കോടീശ്വരന്മാരുണ്ട്? വലിയ വലിയ ബിസിനസ്സുകാരായ വലിയ വലിയ പണക്കാർ, അങ്ങനെ ഉള്ളവർ എത്ര പേരുണ്ടാവും? അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ എത്ര വലിയവരായ, എത്ര കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുണ്ടാവും, പണക്കാരുണ്ടാവും? അവരെയെല്ലാം നമുക്കൊന്ന് അടുത്ത് കണ്ട് നമ്മുടെ ഒരു പ്രശ്നങ്ങൾ പറയാൻ സാധിക്കുമോ? ഒരു കൈസഹായം ചോദിക്കാൻ സാധിക്കുമോ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായി ഈ വീഡിയോ കണ്ട് ഇതിലെ വിഷയങ്ങൾ കേട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഇവിടെ ഒരു ജയശങ്കർ എന്ന് പറയുന്ന ഒരു വക്കീൽ, അയാൾ MA യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്ന അസൂയ, കുശുമ്പ്, അയാൾ പറയുന്ന കുറേ വാക്കുകളുണ്ട്. MA യൂസഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കുറവുകളും ഇല്ല. അയാളാണ് ഈ രാജ്യത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്നാണ് അയാളുടെ വാക്കുകൾ നമുക്ക് കേട്ടാൽ മനസ്സിലാവുക. തന്നെയുമല്ല, അയാളാണ് വലിയ വിവരമുള്ളവൻ, അയാളേക്കാൾ കൂടുതൽ വലിയൊരു വിവരമുള്ളവൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അയാളുടെ ഒരു ധാർഷ്ട്യം. ഈ ജയശങ്കർ എന്ന് പറയുന്ന വക്കീലിന് ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അയാൾ പലരുടെയും കുറ്റങ്ങൾ തേടി നടക്കുകയാണ്. അയാളുടെ മുന്നിൽ അയാൾ മാത്രമാണ് നല്ലവൻ. മറ്റുള്ളവർ ചീത്തയും സ്വന്തം കുറ്റങ്ങളും കുറവുകളും ഒരുപാടുണ്ട്. അതും ഒന്നും നോക്കാതെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ തേടി നടക്കുന്ന ഒരു മനുഷ്യൻ, പരദൂഷണം പറയുന്നവൻ. ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ വന്നിരുന്ന് മറ്റുള്ളവരുടെ പരദൂഷണം പറയലാണ്, അതാണ് ജോലി. ഇയാൾ MA യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇയാളെ അംഗീകരിക്കുന്ന കുറേ ആളുകൾ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾ, അതിപ്പോൾ നമ്മുടെ സ്വന്തം അമ്മയെ തല്ലിയാൽ അതിന് രണ്ട് പക്ഷം പറയുന്ന ആളുകളുണ്ട് എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ അതിൽ വലിയ അതിശയമൊന്നുമില്ല. അത് അങ്ങനെയുള്ള ആളുകൾ ഞാൻ വിലയിരുത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പണക്കാരൻ എത്ര സഹായം ചെയ്താലും, ജനങ്ങൾക്ക് വേണ്ടി എത്ര നല്ലത് ചെയ്താലും അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് മാത്രം തേടി നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ ഈ ജന്മം ശരിയാവാത്ത ആളുകളാണ്, ഒരിക്കലും നന്നാവത്തില്ല. അങ്ങനെയാണ്, അതിൽപ്പെട്ടതാണ്. അങ്ങനത്തെ ആളുകളാണ് ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജയശങ്കർ എന്ന് പറയുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ആളുകൾ. ഇയാളുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം അയാൾ പഠിച്ചൊരു വിവരമുള്ളവൻ എന്ന ഒരവസ്ഥ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അയാൾക്ക് വിവരമില്ല എന്നുള്ളതാണ്. കാരണം അയാളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഒരു സഹായം, ഒരു നാട്ടിൽ എത്രയോ വലിയ കോടീശ്വരന്മാർ, പണക്കാരുണ്ട്. പക്ഷേ അതിൽ എത്ര പേരാണ് ഒരു നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കുന്നത്, അകമഴിഞ്ഞ് സഹായിക്കുന്നത്? അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം നമുക്ക് എടുത്തു നോക്കിയാൽ, ആരാണ് ഈ ഭൂലോകത്ത് ഏറ്റവും നല്ലവൻ? ആരാണ്? ദൈവം കഴിഞ്ഞാൽ ആരാണ്? ആർക്കാണ് അതിനുള്ള അർഹത? ആർക്കുമില്ല. പിന്നെ ജയശങ്കറിൻ്റെ വാക്ക് കേട്ടാൽ നമുക്ക് തോന്നുക ജയശങ്കറാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ നല്ലവൻ. ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി അയാൾ പറയുന്ന വാക്കുകളാണ്. ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തെക്കുറിച്ച്, കലാപ്രേമി എന്ന് പറയുന്ന ഒരു ഗ്രാമപത്രമാണത്. അത് മിക്ക സ്ഥലങ്ങളിലും പ്രാദേശികമായി ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് കുറച്ച് എഴുത്തുകാർ ഇറക്കുന്ന ഒരു ചെറിയ പത്രങ്ങളുണ്ട്. അതേപോലത്തെ ഒരു പത്രമാണ് ഈ കലാപ്രേമി. ആ പത്രത്തിൽ MA യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഫോട്ടോസ് വെച്ച് അടിച്ചു വന്നു. അത് സ്വാഭാവികമാണ്, നല്ല ആളുകളുടെ ഫോട്ടോസും മറ്റതും എല്ലാ വാർത്തകളും വരും. അതിന് ഇയാൾക്ക് ഭയങ്കര കടി. അതുപോലെ തന്നെ സാജൻ സക്രിയയുടെ പേരിൽ കേസ് കൊടുത്തതിനും അയാൾക്ക് കടി. സാജൻ സക്രിയ ഒരു പത്രപ്രവർത്തകനാണോ? അല്ല,
അയാളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നു. ഈ പറയുന്ന ഞാൻ പോലും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഞാൻ പത്രപ്രവർത്തകൻ എന്ന് പറയാൻ കഴിയുമോ? ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്ന ഒരുത്തൻ, അവൻ സമൂഹത്തിൽ ലഹളകൾ, കലാപങ്ങൾ സൃഷ്ടിക്കാൻ തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ മറുനാടൻ സാജൻ സക്രിയെ വിളിച്ചു പറയുന്നത്. അവന് ഈ MA യൂസഫ് അലി എന്ന് പറയുന്ന ആളെ പറ്റി എന്തോ വാർത്ത ചെയ്തു. ആ വാർത്തക്ക് അത് അദ്ദേഹത്തിന് വളരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷമമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. ആ വാർത്തക്കെതിരെ അയാൾ കേസ് കൊടുത്തു. അതിന് ഇയാൾക്ക് ഇങ്ങനെ കടി വരേണ്ട ആവശ്യം എന്താണ്? ഇയാൾ പറയുന്നത് കേട്ടാൽ എല്ലാവരും ഈ ലോകത്ത് മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇയാൾ നല്ലവനാണ് എന്നിട്ട് പറയുകയാണ്, പത്രക്കാരോട് പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, MA യൂസഫ് അലിനേറ്റ് നല്ലപോലെ നിന്നില്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കും. ലക്നൗന്ന് കേസ് വരും, അവിടുന്ന് കേസ് വരും, ഇവിടുന്ന് കേസ് വരും, ഹൈക്കോടതിയിൽ നിന്ന് വരും, സുപ്രീം കോടതിയിൽ നിന്ന് വരും. പിന്നെ നിങ്ങൾ നല്ലപോലെ നിന്നാൽ ഇതേപോലെ ഈ കലാപ്രേമിയിലൊക്കെ ചെയ്യുന്നത് പോലെ ഫോട്ടോസും MA യൂസഫ് അലിയുടെ വാർത്തയും കളർ ഫോട്ടോസും ഫ്രണ്ട് പേജിൽ അങ്ങോട്ട് അടിച്ചു വന്നാൽ നിങ്ങളെ വീട്ടിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വരും, ഫ്രീ ആയിട്ട് അയച്ചു തരും എന്നാണ് പറയുന്നത്. ആ ഒരു പോർഷൻ മാത്രം എടുത്താൽ, നമുക്ക് ശ്രദ്ധിച്ചാൽ ഇയാളെ മനസ്സിൽ എത്രത്തോളം കുശുമ്പുണ്ട്, അസൂയ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ MA യൂസഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു കല്യാണത്തെ, അതും വലിയൊരു ചർച്ച ചെയ്താണ്. കല്യാണത്തിന് അദ്ദേഹം പാട്ടുപാടി എന്ന് പറഞ്ഞതിനാണ് ഇയാൾ ഒരുപാട് വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ ഒരു വാർത്ത ചെയ്തത് ഈ ജയശങ്കർ യൂസഫ് അലി സാറിന് എതിരായിട്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക അയാൾ പറയുന്നത് എന്താ എന്നുള്ളത്. ആ പത്രത്തിൻ്റെ പേര് കലാപ്രേമി എന്നാണ്. ഈ ചെറിയ ചെറിയ പത്രങ്ങളുണ്ട്, കുട്ടിപ്പത്രം എന്ന് പറയും ഞങ്ങളുടെ ആലുവയിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയാണ് കലാപ്രേമി കാണാൻ കഴിഞ്ഞത്. ഇതിൽ ഈ പരിപാടി കാണുന്ന പലരും കലാപ്രേമി കണ്ടു കാണില്ല എന്നെനിക്കറിയാം, കാണാൻ സാധ്യമില്ല. ഏതായാലും ഇത് കാണുന്നവരെല്ലാവരും കലാപ്രേമി കാണണം, വായിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുകയാണ്. എന്താണ് കലാപ്രേമിയുടെ ഒരു സവിശേഷത എന്ന് ചോദിച്ചാൽ, അതിൽ ആഗോള വാർത്തകൾ വരും, ദേശീയ വാർത്തകൾ വരും, പ്രാദേശിക വാർത്തകൾ വരും. പക്ഷേ എല്ലാ ദിവസവും അല്ല, മിക്കവാറും എല്ലാ ദിവസവും നമ്മുടെ കരുണാവാരിധിയായിട്ടുള്ള യൂസഫ് അലി മുതലാളിയുടെ ചിത്രമുണ്ട്. ഈ മറ്റു പത്രങ്ങളിൽ നിന്ന് കലാപ്രേമി എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, കലാപ്രേമിയിൽ എല്ലാ ദിവസവും മിക്കവാറും ഒന്നാമത്തെ പേജിൽ തന്നെ അലി മുതലാളിയുടെ ചിത്രമുണ്ട്. ഇനിയിപ്പോൾ അലി മുതലാളിയുടെ പടമില്ലെങ്കിൽ അത് കലാപ്രേമിയല്ല, അത് ഉറപ്പിക്കാം. എല്ലാ പത്രത്തിലും ഇദ്ദേഹത്തിൻ്റെ പടം വരും, പക്ഷേ എല്ലാ ദിവസവും വരികയില്ല. ഏതായാലും ഈ കലാപ്രേമിയിൽ അതുപോലെയാണ്. അലി മുതലാളിയുടെ പടം എല്ലാ ദിവസവും വരും. ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ബഷീർ ബാബു എന്ന ഒരു പത്രാധിപ പ്രമുഖനാണ് ഇത് നടത്തുന്നത്, എൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ. 1961 ആരംഭിച്ചാണ് പോലും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 63 കൊല്ലമായി. 63 കൊല്ലത്തിനിടയ്ക്ക് എത്ര കൊല്ലമായി ഈ മുതലാളിയുടെ പടം കൊടുക്കാൻ തൊട്ടെന്ന് എനിക്കറിയില്ല. അത് വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, മറ്റു പത്രങ്ങളിൽ വരാത്ത വാർത്തകളും കലാപ്രേമിയിൽ വരും. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരാഴ്ച മുമ്പ് യൂസഫ് അലി മുതലാളിയുടെ അനുജൻ്റെ മകളുടെ വിവാഹം അബുദാബിയിൽ വെച്ച് നടന്നു. സിറാജ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ മുസ്തഫയുടെ മകനാണ് വിവാഹം കഴിച്ചത്. വധൂവരന്മാരുടെ പേരിൽ അത്ര വലിയ പ്രാധാന്യമില്ല, കാരണം ചെക്കൻ്റെ വാപ്പാരാണ്, പെണ്ണിൻ്റെ വാപ്പാരാണെന്നുള്ളതാണ് പ്രധാനം. അത് വമ്പിച്ച പരിപാടിയായിരുന്നു. പല മാധ്യമങ്ങളിൽ ഞാൻ ഈ വാർത്ത കണ്ടു. മോഹൻലാൽ പങ്കെടുത്തു, മമ്മൂട്ടി പങ്കെടുത്തു, ജയറാമും പാർവതിയും പങ്കെടുത്തു. സിനിമാ രംഗത്തുള്ള ഒരു ഒട്ടുമുക്കാൽ ആളുകൾ പങ്കെടുത്തു. പങ്കെടുക്കാത്തവരെ ആരൊക്കെ നോക്കിയാൽ എളുപ്പം. അതുപോലെ സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രതികളുണ്ടായിരുന്നു, അറേബ്യൻ ഗവൺമെൻറ്റിൻ്റെ ആളുകളുണ്ടായിരുന്നു, UAE പ്രമുഖന്മാരെല്ലാവരും ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അങ്ങനെ ഒരുമാതിരി എല്ലാ ആളുകളും പങ്കെടുത്ത അതിഗംഭീരമായ ചടങ്ങായിരുന്നു. പക്ഷേ അലി മുതലാളി പാട്ട് പാടിയ വാർത്ത, അത് ഞാൻ നേരത്തെ പാടിയ പാട്ടാണ്. കാഫ് മല കണ്ട പൂങ്കാറ്റേ എന്ന പാട്ട് ആ വേദിയിൽ ആലപിച്ച വാർത്ത ഈ കലാപ്രേമിയിൽ മാത്രമേ വന്നുള്ളൂ. ഒന്ന് ആലോചിച്ചു, അത്ഭുതകരമായ വാർത്തയല്ലേ? സത്യത്തിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ നീലക്കോട്ടിട്ട മുതലാളിയുടെ അകത്ത് ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ടെന്നുള്ള ആർക്കും അറിയില്ല, എനിക്കുപോലും അറിയില്ല. ആ കലാപ്രേമി കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ എല്ലാ രോമങ്ങളും ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. കാഫ് മല കണ്ട പൂങ്കാറ്റേ കണ്ണൂർ ഷെരീഫ് പാടുന്നു, അതിൻ്റെ അടുത്ത് നിന്ന് മുതലാളിയും പാടുന്നു. ഈ മുതലാളിയെക്കുറിച്ച് നമ്മൾ ഇതുവരെ അങ്ങനെ ധരിച്ചിരുന്നില്ല, മനസ്സിലായില്ലേ? ഇതാണ് കലാപ്രേമി. കലാപ്രേമിയുടെ പ്രാധാന്യം ഇതാണ്. മറ്റെല്ലാ പത്രങ്ങളും കലാകാരനായ മുതലാളിയെ അവഗണിച്ചു. കലാപ്രേമി മാത്രം
അത് ഒരു പ്രധാനപ്പെട്ട സംഭവമാക്കി ഒന്നാമത്തെ പേജ് ഗംഭീരമായിട്ട് ഔട്ട്ലൈ ചെയ്ത് എന്താണ് വൃത്തിയായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇതാണ് കലാപ്രേമിയുടെ അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ ദിവസവും മുതലാളിയുടെ പടം കൊടുക്കുന്നതിന് ആർക്കും ഒരു മടുപ്പില്ല എന്ന് മാത്രമല്ല, അത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കുളിരാണ്. ഇങ്ങനെ തന്നെ വേണം പത്രപ്രവർത്തനം നടത്താനായിട്ട് എന്ന് എല്ലാ മാധ്യമങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലക്നൗവിൽ നിന്ന് വാറണ്ട് വരും, ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് സമൻസ് വരും, ചിലപ്പോൾ ഹേഗിലെ ഇൻ്റർനാഷണൽ കോർട്ടിൽ തന്നെ ചിലപ്പോൾ കയറിക്കൊണ്ട് വരും. കലാപ്രേമി പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും, വൃത്തിയായിട്ട് നടക്കും. പിന്നെ വീട്ടിലേക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്താ വെച്ചാൽ അതും വരും. അപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരെയും നമ്മൾ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൃത്താന്ത പത്രപ്രവർത്തനം എന്നൊരു പാഠമുണ്ടായിരുന്നു. അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയതാണ്. അതൊക്കെ വായിച്ച് വഴിതെറ്റിപ്പോയ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഇത്ര കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ കലാപ്രേമി ബഷീർ ബാബുവിനെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്താൻ ഏറ്റവും യോഗ്യന്മാർ. അപ്പോൾ ആ പാത പിന്തുടരണം എന്ന് പത്രപ്രവർത്തനത്തിന് താല്പര്യമുള്ള എല്ലാ യുവ സുഹൃത്തുക്കളെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, അഥവാ ഉപദേശിക്കുകയാണ്. വേറൊന്നും പറയാനില്ല. MA യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ റിലേഷനിൽപ്പെട്ട ബന്ധുവിൽപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണം, ആ കൊച്ചിൻ്റെ കല്യാണത്തിന് സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടിയിട്ടൊന്നുമില്ല, മൈക്ക് കയ്യിൽ പിടിച്ച് സ്റ്റേജിൽ നിന്നു. അവർ കൂടെ പാട്ട് പാടുന്നവർക്ക് ഇതൊരു സപ്പോർട്ടായിട്ട് നിന്നു, അത്രമാത്രമേ ചെയ്തുള്ളൂ. അത് ആ വീഡിയോ കണ്ടാൽ അറിയാം എല്ലാവർക്കും. പക്ഷെ എന്നിട്ടും ജയശങ്കർ വക്കീലിന് കുരു ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പത്രക്കാരോട് കലാപ്രേമി എന്ന് പറഞ്ഞ പത്രത്തിൽ യൂസഫ് അലിയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് പിന്നെ വാർത്തയും അച്ചടിച്ച് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അതിനും ഒരു കുരു പൊട്ടുന്നു. പത്രക്കാരോട് ആഹ്വാനം ചെയ്യുകയാണ് അയാൾ, നിങ്ങളും അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്നൗന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കേസ് വരും, സമൻസ് വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളെ വീട്ടിലേക്ക് പാർസൽ വരും, കിസ്മിഷും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം പാർസൽ വരുമെന്ന്. ഇയാളെ മനസ്സിലിരിപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രത്തോളം വിഷമാണ് അയാളുടെ മനസ്സിൽ. ആരാണ് MA യൂസഫ് അലി എന്ന് മനസ്സിലാക്കണമെങ്കിൽ യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ എത്തരത്തിലുള്ള ഒരാളാണ് എന്ന് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത്തരക്കാരുടെ ഇടയിൽ വീണ്ടും പറയേണ്ട അവസ്ഥ വരികയാണ്. അദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണ്, എത്തരത്തിലുള്ളൊരു മനസ്സുള്ള ഒരാളാണ് എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു ചെറുപ്പക്കാരൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന സാധാരണ നമ്മളൊരു പരിചയമില്ലാത്ത ആൾ, 2 എത്രയോ വലിയ ഒരു മനുഷ്യൻ, അത്ര സെക്യൂരിറ്റികളെല്ലാം നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോസ് എടുക്കാൻ ചോദിക്കുമ്പോൾ, ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അതിന് അനുവാദം കൊടുക്കുകയാണ്. പക്ഷേ ആ പയ്യൻ ചെയ്തതാവട്ടെ, അവൻ്റെ അപ്പനേക്കാൾ പ്രായമുണ്ടാവും, അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് ഫോട്ടോസ് എടുക്കുന്നൊരവസ്ഥയാണ്. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ് അതിനെ തടയുകയാണ്. തടഞ്ഞിട്ടും അദ്ദേഹം ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ വീണ്ടും അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് വെച്ച് ഫോട്ടോസ് എടുക്കാൻ അനുവാദം കൊടുക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ സെക്യൂരിറ്റി ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജോലിയും യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനസ്സുമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് നാം കാണേണ്ടത്. ഇന്ന് ഇവിടെ എത്രയോ വലിയ കോടീശ്വരന്മാരായ ബിസിനസ്സുകാർ പണക്കാരുമുണ്ട്. അവരുടെ അടുത്തെല്ലാം പോയി നമുക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയുമോ? അതെല്ലാം ഓരോരുത്തർക്കും ഓരോ മനസ്സുണ്ട്, അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനത്തെ ആളുകൾ അടുത്ത് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലാത്തവർക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. അതാദ്യം മനസ്സിലാക്കണം. ഈ ജയശങ്കർ എന്ന് പറയുന്ന വക്കീൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ആദ്യം, എന്നിട്ട് ആഹ്വാനങ്ങൾ നടത്തൂ. ഈ വീഡിയോ പറയും ബാക്കിയെല്ലാം. കൈയടിപ്പിച്ചത് ശരിയായില്ല. ആ കൈ വെച്ചോണ്ട് ഒന്നും സംഭവിക്കാതിരിക്കില്ല. ആവശ്യമേ
യൂണിഫോമിന് എടുത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഞാൻ കാരണം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പോലീസുകാർക്ക് യൂണിഫോം എടുത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ എനിക്ക് പറയാനുള്ളത് വക്കീലിനോടാണ്. വക്കീലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വക്കീലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വക്കീലിനേക്കാൾ കൂടുതൽ വിഷമുള്ള ആളുകളാണല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനില്ലേ, അദ്ദേഹത്തെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി വക്കീലെ. എല്ലാവരെയും മഞ്ഞക്കണ്ണോട് കൂടി കാണാതെ വക്കീലെ, ആ പോലീസുകാരോട് പോലും പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ഫോട്ടോസ് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല, ഞാൻ ആരാണ്, പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആ ചെറുപ്പക്കാരൻ കാണിച്ചത്, ആ പയ്യൻ കാണിച്ചത്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പഠിപ്പുണ്ട്, പക്ഷേ ആ പഠിപ്പ് അറിവിൻ്റെ ജാലകമല്ല. വിവരവും പഠിപ്പും രണ്ടും രണ്ട് തന്നെയാണ്. ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും പേർക്കും ബഹുമാനം എന്താണ് എന്ന് ഒന്നും അറിയത്തില്ല. അതാണായാലും പെണ്ണായാലും അറിയില്ല. എങ്ങനെയാണ്, എന്താണ് റെസ്പെക്റ്റ്, ബഹുമാനം എന്താണ് എന്ന് അതിനെക്കുറിച്ച് അവർക്ക് ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് സംഭവിച്ചാണത്. കാരണം ഇന്നത്തെ യൂത്തിന്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ഇന്നത്തെ തലമുറക്ക് എന്താണ് മര്യാദ, എന്താണ് ബഹുമാനം എന്ന്, ആരെ ബഹുമാനിക്കണം, എങ്ങനെ ബഹുമാനിക്കണം. ഒരാൾ പ്രായം ചെന്നൊരു മനുഷ്യൻ നമ്മുടെ തൊട്ട് ചെറുപ്പക്കാരൊരു കവലയിലോ ഒരു സ്ഥലത്തോ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടേക്കാളും എത്രയോ പ്രായം ചെന്ന മനുഷ്യർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുക, ഒന്ന് അവരെ ബഹുമാനിക്കുക. അതെന്താണെന്ന് ആണിനും അറിയില്ല, പെണ്ണിനും അറിയില്ല. അത് അവസ്ഥ അങ്ങനെയാണ്. അത് കാലത്തിൻ്റെ വ്യതിയാനമാണ്, മറ്റൊന്നുമല്ല. ഇനി നിങ്ങൾ ആ ഒരു ആശ്രമത്തിലെ, ആ വൃദ്ധസദനത്തിലെ അവസ്ഥ ഒന്ന് കാണൂ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയൂ, എന്താണ്, എങ്ങനെയാണ് ആ അവസ്ഥ എന്നുള്ളത്. എത്ര പ്രായം ചെന്ന മനുഷ്യരെയാണ്, സ്ത്രീകളെയാണ് അദ്ദേഹം സ്വന്തം പോലെ കൂടെ ഇരുത്തിയും സംസാരിച്ചും ഉമ്മ കൊടുത്തും, നെറ്റിയിലും ഉമ്മ കൊടുത്തു, സ്വന്തം അമ്മയെപ്പോലെ. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റിയെല്ലാം ഇത്തരത്തിൽ വേണ്ടാ കഥകൾ, വൃത്തികേടുകൾ യൂട്യൂബ് ചാനലിലെല്ലാം വന്ന് ഇരുന്ന് പ്രസംഗിക്കുക, ഘോര പറയുക എന്നെല്ലാം പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ മിസ്റ്റർ ജയശങ്കർ വക്കീലെ നിങ്ങൾക്ക്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും? കാരണം ഒരാൾ എത്ര നല്ലത് ചെയ്താലും അതിനെ നെഗറ്റീവ് മൈനസായി കാണുക എന്ന് പറയുന്നത് അത് അസുഖമാണ് വക്കീലെ. നല്ലതിനെ നല്ലതായിട്ട് തന്നെ ചെയ്യും. നിങ്ങളോട് ആരും ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, ആ എന്തും എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല വക്കീലെ. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക് വക്കീലെ. അദ്ദേഹത്തെ, ഈ എം.എ. യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളെ കൊണ്ടൊന്നും എത്ര ഘോര വിളിച്ചു പറഞ്ഞാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾക്കെല്ലാം ചൊടി വരുന്നതും കടി വരുന്നതും കൃമിയെല്ലാം കടിക്കുന്നത് എന്താ എന്ന് വെച്ചാൽ അത് വേറെ അസുഖമാണ്. അതെല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. എന്തായാലും അദ്ദേഹത്തെ പറ്റി ആ ഒരു വീഡിയോ, ആ അമ്മയെ പിടിച്ച് ബെഡിലേക്ക്, കാലെല്ലാം പിടിച്ച് ബെഡിലേക്ക് കിടത്തുന്ന ആ സീനുകളെല്ലാം, അവസ്ഥകളെല്ലാം, ആ വിഷ്വലെല്ലാം, ആ വീഡിയോ എല്ലാം ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യൂസഫ് അലിനെ പോലെ എത്ര പേര് ഉണ്ട് ഇവിടെ പണക്കാർ, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. എന്തായാലും എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി തീരുമാനിക്കൂ. ഓക്കെ, നന്ദി, നമസ്കാരം. നമ്മളൊക്കെ മക്കളാണ് കേട്ടോ, നമ്മളൊക്കെ മക്കളാണ്. ഒരു വിഷമം വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ കൊണ്ടുപോകണില്ല ഇവര്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയണം. സന്തോഷല്ലേ?
ഇല്ലെങ്കിൽ ഞാൻ വെപ്പിക്കുക ഓടി അടക്കണം സന്തോഷമായിട്ടുണ്ട്